മഹാലക്ഷ്മി വാസം ചെയ്യുന്ന 108 വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കല്ലുപ്പ്. അതിനാൽ നമ്മൾ ദേവിക്ക് നൽകുന്ന ആദരവും മര്യാദയും നമ്മൾ ഈ ഉപ്പിന് നൽകണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ. വീട്ടിൽ ഒരിക്കലും ഉപ്പ് കുറയാൻ പാടില്ല. ഇത് പൂർണ്ണമായും തീരുന്നതിന് മുമ്പ് തന്നെ വാങ്ങി സൂക്ഷിക്കണം. അതുപോലെ അടുപ്പിന്റെ വലത് സൈഡിലായിരിക്കണം കല്ലുപ്പ് സൂക്ഷിക്കേണ്ടത്. ഇതിങ്ങനെ സൂക്ഷിക്കുമ്പോൾ ഒരു മരപ്പലകയോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ മാത്രമേ ഉപ്പ് ജാറ് സൂക്ഷിക്കാൻ പാടുള്ളൂ. അടുപ്പിന്റെ വലത് സൈഡിൽ ഒരു മരപ്പലകയോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് ഉപ്പ് സൂക്ഷിക്കുമ്പോൾ ഈ തട്ടിൽ ഒരു 1 രൂപ നാണയം വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം കല്ലുപ്പിന്റെ ജാറ് എടുത്തു വെക്കാൻ. ഇങ്ങനെ ഉപ്പ് സൂക്ഷിക്കുമ്പോൾ ഈ നാണയത്തിന്റെ ശക്തിയും ഉപ്പിന്റെ ശക്തിയും ഒന്നായി ചേർന്ന് പണവശ്യം ഏർപ്പെടാൻ തുടങ്ങും. ഇതൊരു കുടുംബത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് നയിക്കാൻ കാരണമാകും. അതുപോലെ ഉപ്പ് കടയിൽ നിന്നും വാങ്ങാൻ ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ചയാണ്. അതുപോലെ ഉപ്പ് ജാറ് കഴുകി വൃത്തിയാക്കാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ്. ഈ ദിവസങ്ങളിൽ ഉപ്പ് ജാറ് കഴുകി ഉണക്കിയതിനു ശേഷം അതിൽ ഉപ്പ് നിറച്ചു വെക്കണം. വെള്ളിയാഴ്ച ദിവസം ഉപ്പ് ജാറ് കഴുകാൻ പാടില്ല. അതത്ര ശുഭകരമായിട്ട് കണക്കാക്കുന്നില്ല. ഉപ്പ് ജാറ് നന്നായി കഴുകി ഉണക്കിയതിനു ശേഷം അതിൽ ആദ്യം കുറച്ച് ഉപ്പിടണം. എന്നിട്ട് ഒരു 5 രൂപ നാണയം ഈ ഉപ്പിലേക്ക് താഴ്ത്തി വെക്കണം. അതിനുശേഷം ബാക്കിയുള്ള ഉപ്പ് കൂടിയിട്ട് ഈ ജാറ് നിറച്ചു വെക്കണം. ഇങ്ങനെ നിറയ്ക്കുമ്പോൾ ഈ ജാറിൽ ഉപ്പ് കുറയാൻ പാടില്ല. കുറയുന്നതിനനുസരിച്ച് വാങ്ങി നിറയ്ക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിൽ ഒരു പ്രത്യേക ഐശ്വര്യം വരുന്നതാണ്. സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകും. കുടുംബം നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് കുതിച്ചുയരും. അതുപോലെ നിങ്ങൾ ആഹാരം പാകം ചെയ്യാനായി അടുക്കളയിൽ ഏതെണ്ണ ഉപയോഗിച്ചാലും അത് ഉപ്പ് ജാറിന്റെ അടുത്ത് തന്നെ സൂക്ഷിക്കണം. ഇത് മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ ദമ്പതിമാർ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതാകും. കുടുംബത്തിൽ എന്നും കലഹവും വഴക്കും ഒക്കെ ഉണ്ടാകാൻ ഇതൊരു കാരണമായി മാറും. അതിനാൽ ഇത് പരസ്പരം പിരിച്ചു വെക്കാതെ അടുപ്പിനടുത്ത്, അതായത് അടുപ്പിന്റെ വലതുവശത്ത് ഉപ്പുജാറിനരികിലായി എണ്ണയും സൂക്ഷിക്കണം. ഇങ്ങനെ സൂക്ഷിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകാൻ കാരണമായി മാറും.